പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും എല്ലാവരും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. തുടർമാനമായിട്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുവാൻ കർത്താവ് ഭാഗ്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിന് ആധാരമായിട്ട് ഇന്ന് ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 തീമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമുക്കറിയാം, പൗലോസ് ഈടുറ്റ ലേഖനങ്ങൾ എഴുതി ദൈവത്തിന് സ്തോത്രം തൻ്റെ സമയം അടുത്ത് കഴിഞ്ഞപ്പോൾ തീമോഥെയോസിന് ഇവിടെ എഴുതുന്നതാണ്. തീമോഥെയോസിനെ ഓർപ്പിക്കുന്നതാണ് നമ്മളിവിടെ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. തീമോഥെയോസിനോട് പറയുന്നു, നീയോ സകലത്തിന് നിർബന്ധനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക. തീമോഥെയോസിനെ പല കാര്യങ്ങളും ഓർപ്പിച്ചിട്ട് പറയുക, ഞാനോ ഹല്ലേലൂയ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു, തൻ്റെ മരണസമയം അടുത്തിരിക്കുന്നെന്ന് ഹല്ലേലൂയ മുൻകൂട്ടി ഹല്ലേലൂയ ദൈവത്തിന് തനിക്ക് അറിയാമായിരുന്ന പൗലോസ് ഇവിടെ പറയുകയാണ്, എന്ത് ചെയ്യണം ഞാൻ? ഹല്ലേലൂയ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എത്ര പേർക്ക് ഇന്ന് പറയുവാൻ കഴിയും പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമുക്ക് പറയുവാൻ കഴിയുമോ? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഓടിയതും അധ്വാനിച്ചതും ഒന്നുമില്ല എന്ന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് തോന്നരുത് പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്തിന് നല്ല പൊരുത്, ഓട്ടം തികച്ച്, വിശ്വാസം കാത്തുമെന്ന് ശക്തമായി പൗലോസ് പറയുന്നത് പോലെ നമ്മുടെയും ജീവിതത്തിൽ പറയുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. അവനോട് പറയുകയാണ്, നീയോ സകലത്തിന് ഒത്തിരി കാര്യങ്ങൾ ഉപദേശിക്കുക. ഹല്ലേലൂയ. നീയോ സകലത്തിന് നിർബലനായിരിക്കുക, കഷ്ടം സഹിക്കുക. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുണ്ട്, വേദനയുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ടെങ്കിലും ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെ പറയുക, ദൈവത്തിന് സ്തോത്രം, എന്തൊക്കെ വന്നാലും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മേൽ ഏറ്റെടുത്ത് മുന്നേറുവാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നല്ല ഒരു ഓട്ടം തികച്ച്, വിശ്വാസം വളരെ ദൃഢനിശ്ചയത്തോടെ ഹല്ലേലൂയ പൗലോസ് പറയുന്നത്, ഞാനിതൊക്കെ ചെയ്തു. ഹല്ലേലൂയ. ഇനിയും ഇനിയും എന്നിട്ട് പറയുകയാണ്, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ഹല്ലേലൂയ. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. ഹല്ലേലൂയ. നമുക്കറിയാം പ്രിയമുള്ളവർ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അവൻ്റെ ആ പ്രത്യക്ഷതയിൽ ഹല്ലേലൂയ ആ ജീവൻ്റെ കിരീടം പ്രാപിപ്പാൻ ഹല്ലേലൂയ നമ്മൾ യോഗ്യതയുള്ളവരാണോ എന്ന് നമ്മളെ തന്നെ ഒന്നുകൂടി ശോധന ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. നമുക്കറിയാം, ഈ വിശ്വാസത്തിൽ നിന്ന് ഒരുപാട് പേർ തകർന്നു പോയതായിട്ട് ഈ തീമോഥെയോസിനെ അതെല്ലാം ഓർപ്പിക്കുന്ന നമ്മളവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. 1 തീമോഥെയോസ് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയ, മകനെ തീമോഥെയോസ്, നിന്നെക്കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങളെ കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിന്നെ ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അവനെ ഓർപ്പിക്കുക. തീമോഥെയോസിനോട് പറയുക, നീ വിശ്വാസമുള്ളവനായിരിക്കണം, നല്ല മനസാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുവാൻ, നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ അവനെ ഉപദേശിക്കുകയാണ്. തീമോഥെയോസിനെ ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയെന്ന. ദൈവത്തിന് സ്തോത്രം. നമ്മൾ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, പലരും ഹല്ലേലൂയ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ് വിശ്വാസ കപ്പൽ തകർത്ത് കളഞ്ഞിട്ട് ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ അടിമാങ്ങിച്ച ഒരുപാട് പേരെക്കുറിച്ച് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അതുപോലെ ആയിത്തീരരുത്. ഇവിടെ തീമോഥെയോസിനെ ഹല്ലേലൂയ പൗലോസ് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഹല്ലേലൂയ നീ ഉത്തരവാദിത്വത്തോടെ വിശ്വസ്തയോടുകൂടി ദൈവസന്നിധി ചെയ്യുവാൻ തീമോഥെയോസിനെ ഓർപ്പിക്കുക. നമ്മളെയും ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നമ്മളെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നമ്മളെ പ്രകാരം ഉത്തരവാദിത്തോടുകൂടി ചെയ്യുന്നുവെന്ന് നമ്മളെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഹല്ലേലൂയ. അനേക സുവിശേഷകരെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ യഥാർത്ഥമായിട്ട് സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യാതെ ഹല്ലേലൂയ ദൈവത്തെ മനുഷ്യനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ വളരെ വ്യക്തമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം. അതുകൊണ്ട് തീമോഥെയോസിനോട്
തീമത്യോസിനോട് പറയുന്നത്, നീയോ സുവിശേഷകൻ്റെ നീയോ ദൈവത്തിന് സ്തോത്രം സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക. ദൈവത്തിന് സ്തോത്രം നിൻ്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കുക. ദൈവത്തിന് സ്തോത്രം ഓർപ്പിക്കുക തീമത്യോസിനെ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയമായി ഒഴിക്കപ്പെടുന്ന എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. തീമത്യോസിനോട് പറയുക, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല ഒരു ഓട്ടം തികച്ച് നല്ലൊരു ദൃഢനിശ്ചയം പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാനിതൊക്കെയും ചെയ്തു, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ചെയ്തു. ഞാൻ നല്ല ഒരു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. നീ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമുക്ക് പറയുവാൻ കഴിയുമോ പ്രിയമുള്ളവരെ? ജീവിതത്തിന് നേരെ ഹല്ലേലൂയ പ്രതിസന്ധികൾ കടന്നു വന്നാലും നമുക്ക് പറയുവാൻ കഴിയണം, ഞാൻ നല്ല ഒരു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ഹല്ലേലൂയ, നീ എനിക്ക് വേണ്ടി കർത്താവ് ഒരു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ധൈര്യത്തോട് നമുക്ക് പറയുവാൻ കഴിയട്ടെ. അതുകൊണ്ടാണ് ഹല്ലേലൂയ 1 തീമോഥെയോസിൻ്റെ 6-ാം അധ്യായം ഹല്ലേലൂയ 11 വാക്യം വായിക്കുമ്പോൾ, നീയോ ദൈവത്തിൻ്റെ ഹല്ലേലൂയ നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, എന്തൊക്കെയാ സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. തീമത്യോസിനെ ഓർപ്പിക്കുക, ദൈവത്തിൻ്റെ സ്തോത്രം, നീ എന്തൊക്കെ പിന്തുടരണം. ഒരുപാട് വിട്ടോടേണ്ടിയ കാര്യങ്ങൾ ഹല്ലേലൂയ ഈ അധ്യായത്തിൽ പുറകോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ദ്രവ്യാഗ്രഹമായി ഏറ്റവും ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോന്ന് അത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിഞ്ഞ് ബഹു ദുഃഖങ്ങൾക്ക് ഹല്ലേലൂയ അധീനരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ അവരുടെ വിശ്വാസം ത്യജിച്ചുകൊണ്ട് ഹല്ലേലൂയ വിശ്വാസത്തിൽ നിൽക്കുവാൻ കഴിയാതെ ദ്രവ്യാഗ്രഹത്തിൽ ദ്രവ്യാഗ്രഹം ദൈവത്തിന് സ്തോത്രം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഹല്ലേലൂയ സമ്പാദിക്കണം, കൂട്ടി വെക്കണമെന്ന് മാത്രം ചിന്താഗതിയുണ്ട് അനേകർ. നമുക്കറിയാം പ്രിയമുള്ളവരെ, സുവിശേഷകരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകര് ഹല്ലേലൂയ ദ്രവ്യാഗ്രഹം മോഹികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ പറയുകയാണ് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അനേകര് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം വിശ്വാസം ഒഴിഞ്ഞിട്ട് ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് എന്താ കാരണം? ദ്രവ്യാഗ്രഹം സമ്പാദിക്കണം, 5-10 പൈസ ഉണ്ടാക്കണമെന്ന ചിന്തയിൽ മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഇവിടെ പറയുകയാണ്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഓർപ്പിക്കുക തീമത്യോസിനെ, വിശ്വാസത്തിൻ്റെ നല്ല പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. പറയുക, ദൈവവിശ്വാസത്തിൻ്റെ നല്ല പൊരുതുവാൻ ദൈവത്തിന് നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ, വിശ്വാസത്യാഗം അതിനു വേണ്ടി നമ്മൾ നിൽക്കുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? പ്രിയമുള്ളവരെ, ദൈവം എന്തു വന്നാലും വിശ്വാസത്തിന് വേണ്ടി ഞാൻ നിൽക്കും. എൻ്റെ കർത്താവിനുള്ള വിശ്വാസം എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞു പോകത്തില്ലെന്ന് ധൈര്യത്തോട് നമുക്ക് പറയുവാൻ കഴിയട്ടെ. പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും ഞാൻ ഹല്ലേലൂയ വിശ്വാസം വിട്ട് ഞാൻ പോകത്തില്ല. ദൈവം അനേകരെ നമുക്കറിയാം വിശ്വാസം വിട്ട് പോയവരെക്കുറിച്ച്. അതുകൊണ്ടാണ് തീമത്യോസ് ഇവിടെ ഓർപ്പിക്കുന്നത്, അനേകരുടെ വിശ്വാസ കപ്പൽ താണുപോയെന്ന ദൈവത്തിന് സ്തോത്രം. അവർ വിശ്വാസം വിട്ടിട്ട് ദൈവത്തിന് സ്തോത്രം പിന്മാറിപ്പോയെന്ന് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ഓർപ്പിക്കുക, നീയോ വിശ്വാസത്തിന് നല്ല പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നമുക്കൊരു നിത്യജീവനുണ്ട് പ്രിയമുള്ളവർ. നമുക്ക് തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യതയുണ്ട്, അത് നമുക്ക് അവകാശമാക്കണം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, വിശ്വാസം വിട്ടുപോകരുത്. അനേകർ വിശ്വാസം വിട്ടുപോയതിനെ കുറിച്ച് യൂദയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും ഹല്ലേലൂയ പണത്തിന് പുറകെ പോകരുത്, ദ്രവ്യാഗ്രഹികളായി തീരരുത്. ഹല്ലേലൂയ വിശ്വാസത്തിന് വേണ്ടി നല്ല പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തുവെന്ന് നമുക്ക് പറയുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. പൗലോസ് ഇവിടെ പറയുക, ഞാൻ നല്ല പൊരുതു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഈ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുക. പൗലോസ് ഓർപ്പിക്കുക തീമത്യോസിനെ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ധൈര്യത്തോട് ദൃഢനിശ്ചയത്തോട് നമുക്ക് പറയുവാൻ കഴിയുമോ? ഞാൻ നല്ല ഒരു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. അവസാനത്തോളം വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നേറുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, എന്ത് പ്രതിസന്ധി വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ജീവിതത്തിന് നേരെ കടന്നു വന്നാലും വിശ്വാസത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, അനുഗ്രഹിക്കണമേ.
അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് നൽകി തന്നോർത്ത് സ്തോത്രം. വിശ്വാസത്തിന് വേണ്ടി അവസാനത്തോളം മുന്നേറുവാൻ ഹല്ലേലൂയ ഞങ്ങളെ തന്നെ എടുക്കണമേ കർത്താവേ. പൗലോസ് പറഞ്ഞ നല്ല പോർപ്പൊരു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീതിയുടെ കിരീടം ലഭിപ്പാൻ ഹല്ലേലൂയ ഒരുക്കമുള്ളവരായി ദിവസങ്ങളിൽ മുന്നേറുവാനിടയാക്കണം. സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു, അനുഗ്രഹിക്കണം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്ക് ആ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.